ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ജീസസ് ലവ്സ് യു. നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് നല്ല പ്രയോജനമുണ്ടായിട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മൾ വേണ്ടാത്തവരായി മാറും. നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് നല്ല ഫലങ്ങൾ അനുഭവിക്കുവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മളുടെ ജീവിതം തന്നെ വ്യർത്ഥമായി മാറും. ഫലം കായ്ക്കാത്തൊരു വൃക്ഷത്തെ ആരും സമീപിക്കാറില്ല. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് നല്ല ഫലങ്ങൾ അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെയും ആരും സമീപിക്കത്തില്ല. ഇഫ് വി ആർ ഓഫ് നോ ഗുഡ് യൂസ് ടു അതേഴ്സ്, അവർ ലൈഫ് ഈസ് വേസ്റ്റഡ്. നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മളുടെ ജീവിത മേഖലകളിൽ നമ്മളിൽ നിന്ന് ചില നന്മകളും ചില നല്ല ഫലങ്ങളും ചില സൽപ്രവർത്തികൾ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ കൊണ്ട് നല്ല ഫലങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളും ചെയ്യാൻ കഴിയുമ്പോഴാണ് നമ്മളുടെ ജീവിതം അത് സഫലമായി മാറുന്നത്. പലപ്പോഴും പലരുടെ ജീവിതത്തിൽ അവർക്ക് മറ്റുള്ളവർക്ക് ഒരു ഗുണം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. എന്നെക്കൊണ്ട് ഒരു കാര്യത്തിനും കൊള്ളത്തില്ല, എനിക്ക് മറ്റുള്ളവർക്ക് നല്ല ഫലങ്ങൾ കൊടുക്കുവാൻ സാധിക്കത്തില്ല, ഇല്ല ഒരു പക്ഷേ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു കാണാം, നിന്നെക്കൊണ്ടൊരു പ്രയോജനമില്ല. അങ്ങനെ തളർന്നിരിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെ മനസ്സ് വിഷമിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ വചനം അതിനുള്ള പരിഹാരം എന്ന് നിങ്ങളോട് പറയുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ യേശു ഇങ്ങനെ പറയുന്നു: ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നു: ഐ ആം ദി വൈൻ, യു ആർ ദി ബ്രാഞ്ചസ്. ഇഫ് യു റിമെയിൻ ഇൻ മീ ആൻഡ് ഐ ഇൻ യു, യു വിൽ ബെയർ മച്ച് ഫ്രൂട്ട്. അപ്പാർട്ട് ഫ്രോം മീ യു ക്യാൻ ഡു നത്തിങ്. എൻ്റെ സഹോദര സഹോദരി, ഒരുപക്ഷെ ഇന്ന് വരെ നിന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ ഒരു കാരണം ഇതായിരിക്കാം. യേശു പറയുന്നു, എന്നിലല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. ജീവിതത്തിൻ്റെ വളരെയേറെ തിരക്കിൽ ആയി പോകുമ്പോൾ പലരും ദൈവത്തിൻ്റെ വചനത്തെ മറന്നു പോകും. പക്ഷെ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു, എന്നിൽ വസിക്കുക എന്ന് യേശു നമ്മളോട് ആവശ്യപ്പെടുന്നു. നമ്മൾ അവനിൽ വസിച്ചാൽ അവൻ നമ്മളിൽ വസിക്കും എന്നുള്ള വാഗ്ദാനം യേശു നമ്മൾക്ക് തരുന്നു. അങ്ങനെ നമ്മൾ യേശുവിൽ വസിച്ചാൽ, യേശു നമ്മളിലും വസിച്ചാൽ നമുക്ക് ഒത്തിരിയേറെ ഫലങ്ങൾ കായ്ക്കുവാൻ സാധിക്കും. പലർക്കും നമ്മളൊരു നന്മയായി മാറും, ഫലം കായ്ക്കുന്ന നല്ലൊരു വൃക്ഷമായി മാറും. നല്ല ഫലം കായ്ക്കുന്ന, ഒത്തിരി അധികം ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷമായി. കർത്താവിൽ പ്രിയരെ, നിൻ്റെ ജീവിതത്തിൻ്റെ ഭാരം എന്തെങ്കിലും ആയിക്കട്ടെ, ഇന്ന് യേശു നിന്നോട് ആവശ്യപ്പെടുന്നത് ഇതാണ്: എന്നിൽ വസിക്കുക, എങ്കിൽ ഞാൻ നിന്നിലും വസിക്കും. അങ്ങനെയെങ്കിൽ നീ ഒത്തിരിയേറെ ഫലം കായ്ക്കും. ഈ വചനത്താൽ ഞാനും നിങ്ങളും നമ്മളെല്ലാവരും യേശുവിൽ വസിക്കുവാനും യേശു നമ്മളിൽ വസിക്കുവാനും യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് ഒത്തിരി നന്മ ചെയ്യുന്നവരായി മാറട്ടെ. മറ്റുള്ളവർക്ക് നമ്മളിൽ നിന്ന് ഒത്തിരിയേറെ ഫലങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കട്ടെ. നമ്മളുടെ ജീവിതം തന്നെ സഫലമായി മാറട്ടെ. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ: യേശുവെ നോക്കി ജീവിക്കുക. യേശുവിൽ വസിക്കേണ്ടത് എങ്ങനെ? യേശുവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച്, യേശുവിൻ്റെ വചനത്തെ ഉൾക്കൊണ്ട്, യേശുവിൻ്റെ വചനത്തെ അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് യേശുവിൽ വസിക്കാം. അങ്ങനെയെങ്കിൽ യേശു നമ്മളിലും വസിക്കും. നമ്മൾ ഫലം കായ്ക്കുന്നവരായി മാറും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.